കോതമംഗലത്ത് അടഞ്ഞുകിടക്കുന്ന മുനിസിപ്പൽ ലൈബ്രറികൾ തുറക്കുന്നതിനുള്ള നടപടികൾ വൈകുന്നു. ഹൈറേഞ്ച് ജംഗ്ഷനിലെ പ്രധാന ലൈബ്രറിയും കോളേജ് ജംഗ്ഷനിലെ മിനി ലൈബ്രറിയും പുസ്തകപ്രേമികൾക്ക് മുമ്പിൽ അടഞ്ഞുകിടക്കുവാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പലത് കഴിഞ്ഞു. പ്രധാന ലൈബ്രറിയിൽ നിന്ന് ഒരു പിടി പുസ്തകങ്ങൾ നഷ്ടപ്പെട്ടതായും വിവരമുണ്ട്. കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയ ലൈബ്രറിയനെതിരെ നടപടിയെടുക്കണമെന്ന ശുപാർശ ഉദ്യോഗസ്ഥർ അവഗണിച്ചതായും ആക്ഷേപമുണ്ട്. കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ 2 ലൈബ്രറികളിൽ നിന്നും പുസ്തകങ്ങളെടുത്ത് വായിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരമില്ല. ലൈബ്രറിയന്റെ അഭാവത്തിൽ മാസങ്ങളായി ലൈബ്രറികൾ അടഞ്ഞുകിടക്കുകയാണ്. ഹൈറേഞ്ച് ജംഗ്ഷനിലെ ലൈബ്രറിയോടനുബന്ധിച്ചുള്ള റീഡിംഗ് റൂം തുറക്കുന്നുണ്ട്. സ്ഥിരം സന്ദർശകരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച കമ്മിറ്റിയാണ് റീഡിംഗ് റൂമിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. ലൈബ്രറിയൻ കഴിഞ്ഞ മാസം സർവീസിൽ നിന്നും വിരമിച്ചതോടെയാണ് പ്രധാന ലൈബ്രറിയുടെ ഭാവി തുലാസിലായത്. ഇതിനു മുമ്പുള്ള മാസങ്ങളിലും കൃത്യമായ സേവനം ലഭിച്ചിരുന്നില്ല. ഈ ലൈബ്രറിയിൽ നിന്ന് നിരവധി പുസ്തകങ്ങൾ നഷ്ടപ്പെട്ടതായും സൂചനയുണ്ട്. ലൈബ്രറിയന്റെ സേവനം കൃത്യമായി ലഭിക്കാതെ വന്നതിനെ തുടർന്നാണ് പുസ്തകങ്ങൾ നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ടായത്. കൃത്യനിർവഹണത്തിലെ വീഴ്ച കണക്കിലെടുത്ത് ലൈബ്രറിയനെതിരെ നടപടിയെടുക്കണമെന്ന് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശുപാർശ നൽകിയിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥർ ശുപാർശ അവഗണിക്കുകയായിരുന്നു. ഭരണകക്ഷി യൂണിയന്റെ താൽപര്യപ്രകാരമാണ് നടപടി ഒഴിവാക്കിയതെന്നാണ് വിവരം. പുസ്തകങ്ങൾ നഷ്ടപ്പെട്ടത് സംബന്ധിച്ച് കൃത്യമായ പരിശോധനയുണ്ടായാൽ മുൻ ലൈബ്രറിയന് കുരുക്കായേക്കും. കോളേജ് ജംഗ്ഷനിലെ മിനി ലൈബ്രറി കഴിഞ്ഞ വർഷം വായനാ ദിനത്തിലാണ് നവീകരണത്തിന് ശേഷം വീണ്ടും തുറന്നത്. ഏറെ വൈകാതെ അടയുകയും ചെയ്തു. ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥയിലാണ് മിനി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം. താൽക്കാലിക ലൈബ്രറിയന്മാരെ നിയോഗിച്ച് ലൈബ്രറികളുടെ പ്രവർത്തനം സുഗമമാക്കണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നടപടികൾ വൈകിപ്പിക്കുകയാണെന്ന് ആക്ഷേപമുണ്ട്. പ്രധാന ലൈബ്രറിയിൽ നവീകരണ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഇതിനായി 10 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. KCV ന്യൂസ്, കോതമംഗലം.